നാം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിനർത്ഥമുണ്ടാകുന്നത് നാം നമ്മുടെ സമയം ആ വ്യക്തിയോട് ചേർന്ന് ചിലവഴിക്കുമ്പോഴാണ്. മാനുഷികമായി നമ്മുടെ ജീവിതയാത്രയിൽ എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും നമ്മുടെ സമയം നാം സ്നേഹിക്കുന്നവരോട് ചേർന്ന് പങ്കിടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ സ്നേഹത്തിന് അർത്ഥമുണ്ടാകുന്നത്. ദൈവജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ അന്നത്തെ കാലത്ത് വിഗ്രഹങ്ങളും ആരാധനകളും എല്ലാം ഉണ്ടായിരുന്നു, രാജകൽപ്പനകൾ ഉണ്ടായിരുന്നു. ഇന്ന് ദൈവജനത്തിന്റെ ഇടയിൽ അതെല്ലാം അല്പം കുറവാണ് എങ്കിലും ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന മറ്റു പലതും നമ്മുടെ കയ്യിലുണ്ട് എന്ന് നാം മറന്നു പോകല്ല. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് പലപ്പോഴും സമയം തികയാറില്ല. എന്നാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഡിവൈസിൽ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ചിലവാക്കുവാൻ സമയമുണ്ട് താനും. പ്രിയ ദൈവത്തിലെ, ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിലുപരി ദൈവത്തോട് ചേർന്നിരിക്കുവാൻ അല്പസമയം നാം വേറിട്ട് കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. അതിനെ നമുക്ക് പ്രാർത്ഥന എന്ന് പേർ വിളിച്ചാലും തെറ്റില്ല. സൃഷ്ടാവായ ദൈവത്തോട് മനുഷ്യർ നടത്തുന്ന സംഭാഷണത്തെ പ്രാർത്ഥന എന്ന് പേർ വിളിക്കുന്നതിൽ തെറ്റില്ല. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ദൈവിക കൂട്ടായ്മ കാൽവരി ക്രൂശിലൂടെ ദൈവം നമുക്ക് തിരികെ തരുമ്പോൾ ആ ദൈവിക ബന്ധം നിലനിർത്തുവാനുള്ള മാർഗമായി നമുക്ക് നൽകിയതാണ് പ്രാർത്ഥന. ഇന്ന് നമ്മുടെ മുമ്പാകെ കടന്നു വരുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് കാരണം കണ്ടെത്തുവാൻ കഴിയുകയില്ല. എന്നാൽ നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുമ്പോൾ മുമ്പിൽ കടന്നു വരുന്ന ആ വിഷയത്തിന്റെ പുറകിലുള്ള ശത്രുവിന്റെ തന്ത്രങ്ങളെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. അതേ പ്രിയ ദൈവത്തിലെ, ദൈവത്തോട് ചേർന്നുള്ള ഒരു യാത്രയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ശത്രുവായവൻ കൊണ്ടുവന്നിടുന്ന വലിയ വിഷയത്തെ കണ്ട് ഭയപ്പെട്ടു നിൽക്കാതെ ഇന്ന് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവശബ്ദത്തിനു വേണ്ടി നാം കാതോർക്കുന്നെങ്കിൽ തീർച്ചയായും എത്ര വലിയ വിഷയം നിങ്ങളുടെ മുമ്പാകെ കടന്നു വന്നാലും അതിനെ ഓവർകം ചെയ്യുവാനുള്ള ദൈവിക ശക്തി പ്രിയ ദൈവത്തിലെ ദൈവം നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. എപ്പോഴും ഞാൻ ഉണ്ടാകും കൂടെ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ പലരും പല പ്രതിസന്ധികളിലും നമ്മെ തനിച്ചാക്കി കടന്നു പോകുമ്പോൾ ഇന്നൊരു കാര്യം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയിലും കൈവിടാതെ കരം പിടിച്ചു വഴി നടത്തുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതെ, യഥാർത്ഥമായി നമ്മുടെ ഹൃദയം ദൈവത്തിന് മുമ്പാകെ ഒന്ന് പകർന്നിട്ട് എത്ര നാളായി. ഇന്ന് നാം ഒന്ന് തിരിച്ചു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തെസ്സലോനിയർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇടവിടാതെ പ്രാർത്ഥിപ്പിനെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ നാം ശ്വാസം എടുക്കുന്നത് പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവത്തോടുള്ള സംഭാഷണമെന്ന് അപ്പോസ്തലൻ അവിടെ പറഞ്ഞു വെക്കുകയാണ്. നമുക്ക് ജീവശ്വാസമില്ലാതെ എത്ര നാൾ നമുക്ക് ജീവിക്കുവാൻ കഴിയും? അതുപോലെ തന്നെ വളരെ പ്രധാനമുള്ളതാ ദൈവത്തോടുള്ള സംഭാഷണം. നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളെ കുറിച്ച്, പറ്റിപ്പോയ കുഴച്ചിലുകളെ കുറിച്ച് ഒരുപക്ഷെ മറ്റൊരു വ്യക്തിയോട് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. എന്നാൽ നമ്മുടെ ഹൃദയത്തെ തുറക്കുവാൻ കഴിയുന്ന ഒരു ദൈവിക സന്നിധിയുണ്ട്. ഈ ദൈവിക സന്നിധിയിലേക്ക് നാം കടന്നു ചെന്ന് ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ ഹൃദയത്തെ തുറക്കുവാൻ കഴിയുന്നു എങ്കിൽ തീർച്ചയായും ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. പ്രാർത്ഥന എന്നത് ദൈവിക കൽപ്പനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതെ, വേണമെങ്കിൽ പ്രാർത്ഥിക്കാൻ ഒരിക്കലും ദൈവം പറഞ്ഞിട്ടില്ല. പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ദൈവിക കൽപ്പനയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. സ്തോത്രത്തോടെ നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുമ്പോൾ ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാനായി നാം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിതയാത്ര മുന്നോട്ട് നയിക്കുമ്പോൾ ഒരുപക്ഷെ പരാജയങ്ങൾ അവിടെ കടന്നു വന്നേക്കാം. എന്നാൽ ദൈവശബ്ദം കേട്ട് ചുവടുകൾ വെക്കുമ്പോൾ ദൈവികമായ വിജയം നമുക്ക് കാണുവാൻ കഴിയും. ഏത് സാഹചര്യങ്ങളുടെ നടുവിലും തനിച്ചാക്കാതെ നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവദൂതന്മാരുടെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. അതേ പ്രിയ ദൈവത്തിലെ, ഒരിക്കലും നിരാശപ്പെട്ടു പോകുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവപ്രവൃത്തി നമ്മുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. ദൈവിക പദ്ധതി നമ്മെ കുറിച്ചുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥനയുടെ മാതൃക കാണിച്ചു തന്നത് യേശുക്രിസ്തു തന്നെയാണ്. അവൻ നിർജ്ജന പ്രദേശങ്ങളിൽ വാങ്ങിപ്പോയി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് സുവിശേഷങ്ങളിൽ കാണുവാൻ കഴിയും. മാനവജാതിയുടെ പാപപരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ യാഗമാകുന്നതിന് മുമ്പേ ഗത്സമന തോട്ടത്തിൽ തന്റെ ഹൃദയം തുറക്കുന്നത് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. സമ്പൂർണമായ ഒരു സമർപ്പണമാണ് പ്രാർത്ഥനയിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളെക്കാൾ വലിയതായി ദൈവിക പദ്ധതികൾക്കായി നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെയെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതെ, ദൈവം അതാണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സാഹചര്യങ്ങൾക്കപ്പുറത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ കരത്തിലേക്ക് നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് പ്രിയ ദൈവത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പാകെ കടന്നു വരുന്ന പല വിഷയങ്ങളുടെയും പുറകിലുള്ള അന്ധകാരത്തിന്റെ ശക്തിയെ തിരിച്ചറിയണമെങ്കിൽ നാം ദൈവശബ്ദം കേൾക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തോട് കണക്റ്റഡ് ആയി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അന്ധകാരത്തിന്റെ ശക്തികളുടെ മേൽ ജയം കൊണ്ടാടുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ കരങ്ങളിലുള്ള മൊബൈൽ മിക്ക ദിവസങ്ങളിലും ചാർജ് ചെയ്യുവാനുള്ള കാരണം എപ്പോഴും അത് ഉപയോഗിക്കേണ്ടതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ മാത്രമേ ദൈവിക ശക്തി
ശക്തി നമ്മിലൂടെ പുറപ്പെടുകയുള്ളൂ. ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ വാക്കുകൾക്ക് ശത്രുവിന്റെ തന്ത്രങ്ങളുടെ മേൽ ജയഘോഷം നടത്തുവാനുള്ള ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. പ്രിയ ദൈവത്തിലെ, ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ പോരാടണമെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ട് പറ്റുകയില്ല. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഈ ദൈവം എക്വിപ്പ് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതെ, ഇന്ന് നിങ്ങളുടെ ജീവിത മേഖലകളിൽ നഷ്ടപ്പെട്ട് നിരാശപ്പെട്ട് തലകുനിച്ച് നടക്കാനല്ല ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. തല ഉയർത്തിപ്പിടിച്ച് എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഈ ദൈവത്തിനു വേണ്ടി നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം പ്രശോഭിക്കണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയും, ഒരു പോർക്കളത്തിലാണ് നിൽക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന യോദ്ധാവിന് ആയുധം അനിവാര്യമാണ്. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, മറിച്ച് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ എന്ന് അപ്പോസ്തലൻ പറയുന്ന ഭാഗം കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 10-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയും. പ്രിയ ദൈവത്തിലെ, നിങ്ങളുടെ ജീവിതയാത്രയിൽ ശത്രു കൊണ്ടുവന്നിടുന്ന സകലത്തിന്റെ മേലും യേശുവിനോട് ചേർന്ന് ഒരു ജയമുണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. തീർന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഈ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ നാം തയ്യാറാണെങ്കിൽ ദൈവിക പ്രൊവിഷൻ നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അതെ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, ഇതൊരിക്കലും യാദൃശ്ചികമായിട്ടല്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്, ദൈവിക പദ്ധതി നിങ്ങളിൽ നടത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടും, നിങ്ങൾ അനേകർക്കൊരു അനുഗ്രഹമാകണമെന്ന് ദൈവിക പദ്ധതി ഉള്ളത് കൊണ്ടും ഇന്ന് വീണ്ടും ദൈവം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. യേശുവിന്റെ അടുക്കിലേക്ക് അടുത്തു വരണം. ഹൃദയങ്ങളെ ദൈവത്തിന് മുമ്പാകെ ഒന്ന് പകരണം. ഈ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാറ്റിൽ നിന്നും മനഃപൂർവമായി സമയം കണ്ടെത്തി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ നാം തയ്യാറാകണമെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കുവാനായി നാം ചുവടുകൾ വെക്കുമ്പോൾ ചെറുതും വലുതുമായ പല തടസ്സങ്ങളും കടന്നു വന്നേക്കാം. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിന്ന് അതിനെയെല്ലാം ഓവർകം ചെയ്ത് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാക്കി നമ്മെ മാറ്റുവാൻ ഈ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതേ പ്രിയ ദൈവത്തിലെ, നഷ്ടപ്പെട്ട് നശിച്ചു പോകുവാനല്ല ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത്, നിങ്ങളെ ഒരു അനുഗ്രഹമാക്കുവാനാണ് ദൈവിക പദ്ധതി എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചെറു സന്ദേശത്തിന് മുമ്പാകെ ഒരു തീരുമാനത്തോടെ നിങ്ങൾ അടുത്തു വരുന്നെങ്കിൽ, ജീവിത തിരക്കിന്റെ ഇടയിൽ അല്പസമയം മാറ്റിവെച്ച് ദൈവത്തോട് വീണ്ടും ഒന്ന് കണക്റ്റഡ് ആയിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തിരുക്കരങ്ങൾ തരുന്നു. ഇവരായിരിക്കുന്ന ദേശങ്ങളിൽ ഒരു അനുഗ്രഹമാകണം. ദൈവപ്രവൃത്തി ഇവരിലൂടെ വെളിപ്പെടട്ടെ. ഒരു അത്ഭുതമാക്കണമേ. ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സകലമാന മഹത്വം അങ്ങേക്ക്. സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവത്തിലെ, നിങ്ങൾ ഇന്നെടുത്ത തീരുമാനം ഈ ദിവസങ്ങളിൽ പ്രാവർത്തികമാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം ദേശം കാണത്തക്ക വിധത്തിൽ അത്ഭുതകരമായിരിക്കും. അതെ, യേശുവിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ ദേശം കാണുവാൻ തുടങ്ങും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.